ബഹുമാന്യരെ, സ്നേഹിതരെ, ഹലോ. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പോയ വർഷങ്ങളിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു എങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഈ വേദിയിൽ പങ്കാകുവാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖം ഏറെയാണ്. ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് തീരെ പ്രസക്തിയില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ എന്നതുകൊണ്ടാണ്. ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളുടെ അനുഭവ വിവരണങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ്. ഞാനും എൻ്റെ കുടുംബവും, പ്രത്യേകിച്ച് എൻ്റെ മകനെ ഒരു കുഞ്ഞനുജനെ പോലെ കൂടെ കൊണ്ടു നടന്ന് അവന് എല്ലാം നൽകിയിരുന്ന പണി, അവനൊരു ജ്യേഷ്ഠ സഹോദരനായി ചാലക്കുടിയിലും അങ്കമാലിയിലുമൊക്കെ അവനെ കാവലാളുകളെ നിർത്തിക്കൊണ്ട് അവനെ പരിപാലിച്ച മണി, അവന് ഭക്ഷണം കൊടുക്കുമായിരുന്ന മണി, അങ്ങനെയൊക്കെ ഏറെ പറയുവാനുണ്ട്. എങ്കിലും മണി ഒരു നാടൻ പാട്ടിൻ്റെ വക്താവായിരുന്നില്ല. നാടൻ പാട്ട് ജീവിതമാക്കിയ ആളായിരുന്നു. നാടൻ പാട്ടിൻ്റെ പൊരുളും പടുതിയും തൊട്ടറിഞ്ഞ് ജീവിതം അടയാളപ്പെടുത്തിയ ആളായിരുന്നു. പക്ഷേ നമ്മളൊക്കെ കലാഭവൻ മണിയെ വേറൊരു നാടൻ പാട്ടുകാരനായിട്ടാണ് കാണുന്നത്. ആർക്കും പടുപാട്ട് പാടാം, പക്ഷേ പാട്ട് ജീവിതമാക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യമുണ്ടാവുകയുള്ളൂ. അങ്ങനെ പാട്ടിന് ജീവനായി, ജീവൻ പാട്ടായി അടയാളപ്പെടുത്തിയ, പകരക്കാരനില്ലാത്ത, മണിപ്പാട്ടിന് മാത്രം അല്ലെങ്കിൽ കലാഭവൻ മണിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പാട്ട് ശാഖയ്ക്ക് ജന്മം കൊടുത്ത് ജീവിതം അടയാളപ്പെടുത്തിയ മഹാവ്യക്തിത്വമാണ്, കലാകാരനാണ് കലാഭവൻ മണി. ഒരു നല്ല മനുഷ്യൻ ഉള്ളതുകൊണ്ടാണല്ലോ ചിലതൊക്കെ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതാണ് വിനയമാഷ് പറഞ്ഞത്. ഉണ്ട്, ഇല്ലാത്ത ഒന്നിനെ ഇല്ല എന്ന് വീണ്ടും പറയേണ്ടതില്ല. നഗ്നപാതനായ ഒരുവന് എൻ്റെ കാലിൽ ചെരുപ്പില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അത് വിനയൻ സാർ വളരെ മനോഹരമായി പറഞ്ഞു. ഉണ്ട്, ഉള്ളതുകൊണ്ടാണ് ഇല്ല എന്ന് ആവർത്തിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഉള്ളതിനെതിരെ പടപൊരുതിയ ഒരു കലാകാരൻ, ഒരു മനുഷ്യസ്നേഹി എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ പറയും, ചേട്ടാ ആ വരി, ആ പാട്ടൊന്ന് പാടണം. ഒരുമിച്ച് പാടാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. റിയാൻ സ്റ്റുഡിയോയിൽ വെച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ആ പാട്ട് പാടണം. എന്തോ അന്ന് മറ്റു ചില പാട്ടുകൾ പാടിയെങ്കിൽ പോലും അദ്ദേഹം ആഗ്രഹിച്ച പാട്ട് ഒരുമിച്ച് പാടാൻ കഴിഞ്ഞില്ല. പിന്നീട് ചില വേദികളിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഒരുമിച്ച് പാടാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഏത് വേദിയിൽ കലാഭവൻ മണി ഗാനമേള നടത്തുമ്പോഴും വേദി പങ്കിടുമ്പോഴും പാടുന്ന ഒരു 4 വരി പാട്ടുണ്ട്. അത് നിർബന്ധമായും ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ആദ്യ വരി പാടിപ്പിക്കും. അതിനുശേഷം മാത്രമേ മണി പാടുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാട്ട് ജീവിതമാക്കി ജീവിതം അടയാളപ്പെടുത്തിയ കലാകാരനാണ് കലാഭവൻ മണി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ വരികൾ ഞാൻ ഓർക്കുന്ന അവസാനമായി പാടിയത് US വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു, ന്യൂയോർക്കിൽ വെച്ചോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആനന്ദം പരമാനന്ദം എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ടിൻ്റെ പേരിൽ ഒത്തിരി കോളുകളൊക്കെ ഉണ്ടായി. എനിക്കെതിരെ പോസ്റ്ററുകളും മാധ്യമങ്ങളിലൂടെയൊക്കെ ഒത്തിരി ആക്രമണങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് ആ പാട്ട് വേണം. അമ്മ ഉമ്മ മമ്മി എന്ന് പറയുന്ന CD ഇറക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് ചേട്ടൻ്റെ ചില പാട്ടുകൾ വേണം. അതിനുവേണ്ടി ഞാൻ പാട്ട് എഴുതി കൊടുത്തു. എൻ്റെ കയ്യിൽ എൻ്റെ ശേഖരത്തിലുള്ള പല പാട്ടുകളും, പാട്ടും വരുന്ന കെട്ടും,
ആനന്ദം പരമാനന്ദം, ഇതൊക്കെ ആ സി ഡിക്ക് വേണ്ടി കൊടുത്ത പാട്ടുകൾ. അങ്ങനെ പാടിയിലായിരുന്നാലും മണിക്കൂടാരത്തിലായിരുന്നാലും മണിക്കൂടാരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അല്ലാതെ പ്രോഗ്രാം സ്ഥലത്ത് വരുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഈ പാട്ട് നിർബന്ധമായും പാടണം എന്ന് വാശി പിടിക്കുകയും അതിൻ്റെ പ്രചാരകനും പാട്ടാളുമായി തീർന്നയാളായി. ആ പാട്ടിൻ്റെ വരികൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയ്ക്കും ജാതി മേൽക്കോയ്മയ്ക്കുമെതിരെ പണ്ട് പഴമക്കാർ പാടിയൊരു പാട്ടിൻ്റെ വരികളാണ്. അവസാനമായി ന്യൂയോർക്കിൽ വെച്ച് പാടുന്നതും പാടിയ ഗാനമേളയിലും ആ പാട്ട് പാടിയിരുന്നു. ദാസേട്ടനും SP സാറും ഒക്കെയുള്ള ആ വേദിയിൽ വെച്ച് പാടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത്ര താണവനാണെന്നാര് പറഞ്ഞു, എൻ്റെ കുലത്തെ ഇത്ര താത്തിയതാരാ, ചുരുക്കിയ പരിചയമെന്നെൻ്റെ കൈവശമുണ്ട്, എന്നോട് കളിക്കരുതേ എന്നൊക്കെ പറയുന്ന ആ വരികൾ ഉൾക്കൊള്ളുന്ന ആ പാട്ട്. ഇതിലെ പല വരികളും ചെങ്ങന്നൂരാദിപ്പാട്ടിൻ്റെ കഥാഭാഗങ്ങളിൽ നിന്ന് എടുത്ത വരികളുണ്ട്. ഈ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ കീർത്തനത്തിൽ ഇതിലുള്ള ചില വരികളുണ്ട്. ഇതൊക്കെ കൂടെ ചേർന്ന് ഒരു പാട്ടുവരിയാണ് അതിലുള്ളത്. ഇത് ആവർത്തിച്ച് പാടുന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു, ഒരു കലാകാരൻ കൂടിയായിരുന്നു കലാഭവൻ മണി. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ സാർ അങ്ങനെ അതെടുത്ത് പറയുവാൻ ഇടയായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത്, കലാഭവൻ മണി മരണപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ അനുസ്മരണ മീറ്റിങ്ങിൽ പാടിയ 2 വരിയുണ്ട്. പക്ഷെ പിന്നീട് എനിക്കത് അങ്ങനെ പാടേണ്ടിയിരുന്നില്ല, അത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് എനിക്ക് തോന്നി. വർണ്ണങ്ങൾ പൊലിഞ്ഞു പോയോ, ഗാനങ്ങൾ നിലച്ചു പോയോ, ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞു. വർണ്ണങ്ങൾ പൊലിഞ്ഞു പോയോ, ഗാനങ്ങൾ നിലച്ചു പോയോ, ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞു. ഓ ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞു. അന്ന് പാടിയതാണ്. 7 വർഷങ്ങളായി ഈ വരി പാടി. പക്ഷെ ഇപ്പോൾ എനിക്ക് അത് അപ്രസക്തമായി പോയി എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ പാടേണ്ടതില്ലായിരുന്നു, അത് പാടിയത് തെറ്റായി പോയി എന്നെനിക്ക് തോന്നുന്നു. അത് ഈ കൂട്ടമാണ്. മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെയും കലാഭവൻ മണിയുടെ മുഴക്കമുണ്ട്. അതുകൊണ്ട് അന്ന് പാടിയ വരികൾ അപ്രസക്തമാണെന്ന് ഞാൻ ഇന്നറിയുന്നു. ആ ഇന്നിൻ്റെ സാക്ഷീകരണത്തിന് എനിക്കിവിടെ ഈ വേദി ഒരുക്കി തന്ന ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സുനിലിനും സുനിലിൻ്റെ കൂട്ടാളികൾക്കും, ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന മുഴുവൻ കലാസ്വാദക മനസ്സുകൾക്കും കലാപ്രതിഭകൾക്കും ഈ സന്ദർഭത്തിൽ ഫൗണ്ടേഷൻ്റെ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിൽ പങ്കായിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ കലാഭവൻ മണിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ്സ് കുനിക്കുകയും അവിടെ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയും മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ മനുഷ്യൻ. അനവധി സ്വപ്നങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമായി. പാടി കേന്ദ്രീകരിച്ച് ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പുതിയ ഒരു സംരംഭത്തിന് ആലോചനയിട്ടിരുന്നു. അതിൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെയും ചേർത്ത് നിർത്തിയിരുന്നു. മാത്രവുമല്ല, എപ്പോഴും അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം എഴുതുന്നതിന് എന്നെ സിനിമക്കാർ വിളിച്ചപ്പോൾ മണി തൊട്ടടുത്തുണ്ട്. ഞാൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. ഇത് എൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഡാഷ് പണി കുട്ടപ്പൻചേട്ടനോട് കാണിക്കരുത് കേട്ടോ എന്ന് നിർമ്മാതാവിനോട് പറയുന്നത് ഞാൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മനസ്സുള്ളൊരു
വ്യക്തിത്വമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ആരംഭത്തിൽ ഞാൻ പറഞ്ഞുവെങ്കിലും ഒരിക്കലും അവിടെ വീട്ടിലെത്തുമ്പോൾ ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികൾ 2 പേരുമുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭാര്യയെ വിളിച്ചു. മോളെന്ന് തീരെ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് വരെ ഞാൻ പാടുന്ന തോന്നിവാസപ്പാട്ടല്ലേ നീ കേട്ടിട്ടുള്ളൂ, എനിക്ക് നാടൻ പാട്ട് കേൾക്കണോ? ഇതേ ഇരിക്കുന്നു, കേട്ടോ. ഇത് പുതിയ മണിക്കൂടാരം പണിയുന്നതിന് മുൻപ് അപ്പുറത്തെ വീട്ടിൽ വെച്ച് ഒരു ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണ്. പിന്നീട് ഇതിങ്ങനെ മുൻപോട്ട് പോയി. ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ സഹായഹസ്തം എത്താത്ത ഇടങ്ങൾ വളരെ വിരളമായിരുന്നു എന്നാണ് എൻ്റെ അനുഭവ പാഠം എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇടുക്കിയിൽ വെച്ച്, ഇടുക്കി, പന്തളം, ഇങ്ങനെ നിരവധി ഇടങ്ങളിൽ ഒരു പൈസ പോലും വാങ്ങാതെ ഞാൻ നിർദ്ദേശിച്ച ആളുകൾക്ക് ധനസ്വരൂപണത്തിന് വേണ്ടി, ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയെത്ര പരിപാടികൾ സൗജന്യമായി പണി ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കല്ല, ഞാൻ നിർദ്ദേശിച്ച ആളുകൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി, വിവാഹ ചെയ്ത, അങ്ങനെ ഒത്തിരി ഫണ്ടുകൾ നമുക്ക് ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയും, അതെന്തിനാ ചേട്ടാ, നമുക്ക് 2 പേർക്കുണ്ട് ഒരു പ്രോഗ്രാം ചെയ്താൽ പോരെ, നമ്മളിപ്പോൾ പ്രതിഫലം വാങ്ങാതെ നമുക്കൊരു പ്രോഗ്രാം ചെയ്താൽ പോരെ. അങ്ങനെ ചെയ്യും. പക്ഷേ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്നത് പോലെ, പക്ഷെ ഇതൊന്നും മണി വിളിച്ചു പറയുമായിരുന്നില്ല ആരോടും. അങ്ങനെയൊക്കെ പറയാൻ ഏറെയുണ്ട്. ആ വലിയ മനുഷ്യസ്നേഹിയുടെ മുൻപിൽ ശിരസ്സ് നമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ